ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ VM വ്ളോഗ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള ഒരു ഹോം ടൂർ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ. അപ്പോൾ ഇത് വന്നിട്ട് നമ്മുടെ മാമൻ്റെ വീടാണ് മാപ്രാണത്തുള്ളത്. അപ്പോൾ പഴയ വീടിനെ റിനോവേറ്റ് ചെയ്തിട്ട് കംപ്ലീറ്റ്ലി ലുക്ക് ചേഞ്ച് ചെയ്ത് പുതിയ വീട് പോലെ ആക്കി എടുത്തേക്കാണ്. അപ്പോൾ ഇതിൻ്റെ പഴയ പിക്ക് ഞാൻ ഈ വീഡിയോയിൽ എവിടെയെങ്കിലും ആഡ് ആക്കാം, വീഡിയോയുടെ എൻഡിൽ ആഡ് ആക്കാം. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങളും ഉള്ളിലത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയേ കാണാം. വീട്ടിലോട്ട് കയറി വരുമ്പോൾ തന്നെ ഫ്രണ്ടിൽ തന്നെ നമ്മൾ വുഡിൻ്റെ ടൈലാണ് ചെയ്തിട്ടുള്ളത്. ചുമരുമ്മ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നല്ല രാത്രി ആകുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും വീടിൻ്റെ ഫ്രണ്ട് കാണാനായിട്ട്. പിന്നെ ടെക്സ്ചർ വർക്ക് ചെയ്തിട്ടുണ്ട്. വീടിന് ചേർന്ന് ഓൾറെഡി ഇതുണ്ട്. പിന്നെ പഴയ വീടിന്റെ കാർപോർച്ച് അവിടെ ഉണ്ട് കേട്ടോ. പക്ഷെ അത് പണിക്കാർക്ക് ക്ലീൻ ആക്കിയിട്ടില്ല. പിന്നെ അത് ഈ കാർപോർച്ചിൽ കയറുമ്പോൾ എനിക്ക് അത് ഇഷ്ടമായിട്ട് കഴിക്കാട്ടോ. അത് ഇരിക്കാനും നമ്മുടെ ചെരുപ്പുകൾ കിട്ടേക്കാണ് സ്റ്റോറേജ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇരുന്ന് രാത്രി വർത്താനം പറയാൻ വൈബായിരിക്കില്ല. ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് നമ്മുടെ ഉണ്ട്രിയുടെ വണ്ടി കേട്ടാ. ഉണ്ണികളുടെ വണ്ടിയാണ് നമ്മുടെ കാർപോർച്ചിന്റെ ഐസ് എന്ന് പറയുന്ന പോലെ ഫസ്റ്റിനെ കയറ്റിട്ടുണ്ട്. വലിയ റൗണ്ട് ഈ ടെക്സ്ചർ വർക്കൊക്കെ ഈ ഒരു ഏരിയ പ്രത്യേക സ്റ്റാൻഡേർഡ് വൈബ് തന്നെയുണ്ട്. ആദ്യം കയറാം. ബെഞ്ച് ഇവിടെ നല്ല സൈഡ് ഈ വീട് സൂപ്പറായിട്ടല്ലോ. പഴയ വീടിന്റെ മൊത്തം ബെഞ്ച് മാറി. ഈ ചിപ്സും കുറച്ച് റേറ്റ് ഉണ്ട്. രണ്ട് കളർ ഫുഡിന്റെ ഫുഡിന്റെ ടെക്സ്ചർ നമ്മുടെ പഴയ എൻട്രൻസ് അപ്പൊ അത് ക്ലോസ് ചെയ്തിട്ട് ഈ ജിപ്സം നല്ല ഇഷ്ടമല്ല ആ ലൈറ്റിംഗ്. നമ്മുടെ പഴയ കിച്ചണിൽ തീരെ സൗകര്യം ഉണ്ടായിരുന്നു. പിന്നെ ഒരു വർക്ക് ഏരിയ ഇവിടെ ഉണ്ടായിരുന്നു. വർക്ക് ഏരിയ കിച്ചൺ കൂടിയിട്ട് ഒരുമിച്ചാക്കിയിട്ട് ഒരു വൈറ്റ് സ്പേസ്. ഇപ്പോ ഫുള്ള് കവർ സ്റ്റൗ കൂടെ കൊള്ളാമല്ലേ.
പ്യുവർ ഫ്ലെയിംസിന്റെ ബ്രാൻഡിന്റെയാണ് വാങ്ങിക്കുന്നത്. അപ്പൊ ഇതില് ഒരു സെൻസർ ഉണ്ട്. അപ്പൊ ഈ സെൻസർ ഓട്ടോമാറ്റിക്കലി കട്ട് ഓഫ് ഉണ്ട്. ഗ്യാസ് ഓട്ടോമാറ്റിക്കലി കട്ട് ഓഫ്. പാല് തിളച്ചൊക്കെ സമയമാണെങ്കിൽ അപ്പൊ അത് ഓട്ടോമാറ്റിക്കലി കട്ട് ഓഫ് ആയിട്ട് ഫ്ലെയിം കറിയിക്കാൻ ഡിസൈൻ ചെറിയൊരു താമരയുടെ ഒക്കെ ഒരു സെറ്റപ്പ് ബ്ലൂ നല്ല ബ്ലൂ ഫ്ലെയിം ആണ്. 4 ഉണ്ടായിരുന്നു, പക്ഷെ ഒരു സ്പേസ് ഇവിടെ കുറവായിരുന്നു. അപ്പൊ വലിയ പാത്രങ്ങളൊക്കെ വെക്കാൻ കുറച്ചും കൂടി കംഫർട്ടബിൾ ആവാൻ വേണ്ടിയിട്ടാണ് ഇത്രയും 3 സെറ്റ് ആണ്. ഞാൻ കുറെ ഷോപ്പുകളിലൊക്കെ കയറിയിട്ട് കുറെ പാത്രങ്ങൾ അതോൺലൈനാ. പിന്നെ ഈ കുഞ്ഞുങ്ങൾക്ക് അത് ഓൺലൈനിൽ വാങ്ങിയതാ. ഇഷ്ടായി. ഇതൊക്കെ ഞാൻ ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിലൊക്കെ കേറി നിരങ്ങി കാണുമ്പോ ഇങ്ങനെ സൂപ്പർ തോന്നുന്നത് ഇത് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഇതാണ് ട്രെൻഡ്. കിച്ചണിന്റെ കൂടെ 2 ട്രേയും പിന്നെ ഒരു കട്ടിംഗ് ബോർഡും വരുന്നുണ്ട്. അപ്പൊ ഇതിന്റെ പ്രത്യേകത ഇപ്പൊ ഈ ഒരു നോബ് വെച്ചിട്ടാണ് നമുക്കിപ്പോ എല്ലാ വാട്ടർ സപ്ലൈയും നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. ഇതിപ്പോ ഇങ്ങോട്ട് തിരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു രീതിയിലാണ് വെള്ളം വരാം. പിന്നെ നമുക്ക് വേറൊരു മോഡുണ്ട്. ഇതിപ്പോ നോർമൽ ഫ്ലോയിൽ വരും. പിന്നെ നമുക്ക് പൈപ്പ് ഇങ്ങനെ ഉപയോഗിക്കാം. അപ്പോൾ അത് ഒരു പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വിച്ചിൽ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാനൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അത്യാവശ്യം നല്ല രീതിയിലുണ്ട് കേട്ടോ ഹോസ്. പിന്നെ വരുന്നത് ഇപ്പോൾ ഈ ട്രെയിൽ വെച്ചിട്ടാണ് നമുക്ക് വെജിറ്റബിളൊക്കെ വാഷ് ചെയ്യും. വെജിറ്റബിൾസ് ഇവിടെ ഇട്ടിട്ട് നമുക്ക് ഈ ഒരു വാട്ടർ ഫ്ലോ വെച്ചിട്ട് അത് മാനേജ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഗ്ലാസ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളതാണിത്. ഗ്ലാസ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ വെച്ച് വാഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗ്ലാസ് ക്ലീൻ ചെയ്യാൻ പറ്റും. ഇത് നമ്മുടെ ഡിഷ് വാഷർ ഫില്ല് ചെയ്യാനുള്ളതാണ്. പിന്നെ ഇത് നമുക്ക് ഡയറക്റ്റ് വാട്ടർ സപ്ലൈ ഫിൽറ്ററിൽ നിന്ന് സപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ ഡയറക്റ്റ് മോട്ടർ അടിക്കുമ്പോൾ വെള്ളം വരുന്ന രീതിയിൽ. ഇപ്പം നമുക്ക് ഓൾറെഡി ഫിൽറ്റർ ഉള്ളത് തന്നെ ഇത് മോട്ടർ അടിക്കുമ്പോൾ ഡയറക്റ്റ് വെള്ളം വരുന്ന രീതിയിലാണ്. പഴയ ഫിൽറ്റർ ഇവിടെ വെച്ചിട്ടുണ്ടല്ലേ കബോർഡുകൾ വാഷിംഗ് മെഷീൻ ഇടാൻ വേണ്ടിയിട്ട് സ്റ്റോറൂമിൽ നിന്ന് ഒരു വഴിയാക്കിയിട്ട് അവിടെയായിട്ട് വാഷിംഗ് മെഷീനും വെച്ചു. വാഷിംഗ് മെഷീനിൽ തന്നെ ബാത്റൂമിൽ അച്ഛനല്ലേ ഇതിൽ വലിയ മാറ്റമില്ല തോന്നുന്നില്ലേ. ഇനി മോളിക്ക് പോടാ നമുക്ക്. ഇത് കുട്ടിയാണ് തോന്നുന്നില്ലേ സ്റ്റെപ്പൊക്കെ. അടിച്ചുമാറ്റി നോക്കിക്കോ. രൂപ റൂം
ഇത് നിർക്കമലിന്റെ ഒരു കംപ്രസ്ഡ് ആയിട്ട് വരുന്ന ഒരു ബെഡാണ്. ഇതിന്റെ വന്നിട്ടില്ല, ഒരു വർക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. ചിഞ്ചു മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് റൂമിൽ ഡ്രസ്സിങ് ടേബിളാണ് കേട്ടോ. അപ്പോൾ അവൾ അതിന് വേണ്ടിയിട്ട് കുറേ റെഫറൻസുകൾ ഇൻസ്റ്റയിലും നെറ്റിലൊക്കെ നോക്കി സ്പെഷ്യലായിട്ട് ചെയ്യിപ്പിച്ചതാണ്. സംഭവം നല്ല ഇഷ്ടമായിട്ടാണ്. വുഡിൻ്റെ പാനൽ വർക്കൊക്കെ ചെയ്തിട്ട് വുഡിൻ്റെ ടെക്സ്ചറിലുള്ള ടേബിൾ വെറൈറ്റി ആയിട്ടുണ്ട്. ബാൽക്കണിക്കാണ് എക്സിറ്റ്. കഴിഞ്ഞ് ഇവിടെ നമ്മള് ഈ വാട്ടർ പ്രൂഫ് ആണ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ വൈറ്റ് കളർ വരും. അതിന്റെ പെയിന്റിങ് ഉണ്ട്. വർത്താനം പറഞ്ഞിട്ട് വൈബോലായി. ഞങ്ങൾ ഈ ഹോം ടൂർ വീഡിയോ കവർ ചെയ്യേണ്ട കാര്യം രാവിലെ തന്നെ പോന്നിരുന്നു. അന്ന് ഈവനിങ് ഇവിടെ വീട്ടിൽ ഈ റെനോവേഷൻ കഴിഞ്ഞതിൻ്റെ ഭാഗമായിട്ട് ചെറിയൊരു ട്രീറ്റ് ഉണ്ടായിരുന്നു. ക്ലോസ് ആയിട്ടുള്ള കസിൻസിന് വേണ്ടി മാത്രമായിട്ട് കുറച്ച് പേരായി വിളിച്ചിട്ട് അങ്ങനെ എല്ലാവരും വന്നു കഴിഞ്ഞപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ബിരിയാണി ആയിരുന്നു കേട്ടോ, ചിക്കൻ ബിരിയാണി. അതൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ട് വർത്താനൊക്കെ പറഞ്ഞ് ആ ഒരു റെനോവേഷൻ്റെ ഒരു പുതിയൊരു വീടിൻ്റെ സന്തോഷമൊക്കെ എല്ലാവരും പങ്കിട്ട് എല്ലാവർക്കും വീടൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടാണ്. ഞാനും ഏട്ടന് പോകുന്നപ്പോൾ ഉണ്ണീനെ മമ്മിയുടെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. കാരണം വീഡിയോ എടുക്കേണ്ടതല്ലേ. പിന്നെ മമ്മീൻ്റെ ആദ്യം വന്നപ്പോൾ അവനെ കൊണ്ടുവന്നു. അപ്പോൾ ആൾക്ക് ടാറ്റ പോലും ആൾക്കാരെ കാണുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കുറേ ആൾക്കാരെ കണ്ടപ്പോൾ ആൾ ഭയങ്കര ഹാപ്പി. പിന്നെ അവർ കൂടെ കഴിഞ്ഞൊരു വർത്തമാനമൊക്കെ ആയിട്ട് ആൾ എൻജോയ് ചെയ്തിട്ടാണ് ആ ഒരു ഫംഗ്ഷൻ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എത്തുള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. ഇതാണ് നമ്മുടെ നൈറ്റ് വീഡിയോ ലൈറ്റ് ഇട്ടിട്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ നോട്ടിഫിക്കേഷനൊക്കെ എനേബിൾ ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ.